ഇന്ന് ആദിസ് കിച്ചണിൽ കപ്പയാണ്. കപ്പയില്ലായിരുന്നു, ഇത് പൊടിക്കപ്പയാണ്. ചെറിയ കപ്പയില്ല, കപ്പ വരച്ചിട്ട് കിട്ടുന്ന ബാലൻസ് വരുന്നതാണ്. അതും കൊണ്ട് ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കാൻ പോവാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇവിടെ: തേങ്ങ, മഞ്ഞൾ, പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നത്, സവോള അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞത്, കരിയാപ്പില, അതുപോലെ വെളുത്തുള്ളി. ഇത്രയും സാധനം. ഞാനിത് മിക്സിയിലിട്ട് അരയ്ക്കുന്നില്ല, ഇത് കൈ കൊണ്ടാണ് ഞാനിതിന് അരപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് കപ്പയൊന്ന് കൊത്തി എടുത്തുകൊണ്ട് വരാം. കപ്പ ഇത് ഞാൻ കൊത്തി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് വയ്ക്കാം. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് എല്ലാ അരപ്പും ഒന്നിച്ച് ഞാനിങ്ങനെ ചേർത്ത് കൈ കൊണ്ട് ഞെരടിയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഒരു കുക്കറിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പ ഞാൻ ആ കുക്കറിലേക്ക് വാരിയിടാൻ പോകണം. കപ്പ കുക്കറിൽ ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ തന്നെ തിളച്ച വെള്ളം ആയതുകൊണ്ട് ഒരു വിസിൽ മതിയാവും. വേവ് കുറഞ്ഞ കപ്പയാണ്. ഞാനതിൽ മൂടി വെച്ച് അടയ്ക്കാൻ പോവാണ്. ഒരു വിസിൽ കഴിഞ്ഞു. ഇപ്പം നമുക്ക് കപ്പയുടെ മൂടി എടുക്കാം. ഇതിൻ്റെ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്ക് കപ്പ ഊറ്റിയെടുത്തുകൊണ്ട് വരാം. കപ്പ വെന്ത് ഊറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കൈ കൊണ്ട് ഞെരടി ഉണ്ടാക്കിയതാണ് ഈ അരപ്പ്. ഇത് കണ്ടോ, തേങ്ങയൊന്നും അരച്ചിട്ടില്ല, എല്ലാം അരിഞ്ഞിട്ടിട്ടേ ഉള്ളൂ. എല്ലാം കൂടെ മഞ്ഞൾ ചേർത്ത് തിരുമ്മി വെച്ചേക്കാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. മെല്ലെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇത് മതിയാകും. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് ഇളക്കി നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കപ്പ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാം. ഇതിൻ്റെ നടുക്ക് നമുക്കൊരു ചെറിയ കുഴി പോലെ വയ്ക്കാം. കണ്ടോ, ഇതിലേക്ക് നമുക്ക് നല്ല തേങ്ങ അരച്ച മീൻകറി ഉണ്ട്. ഇതുണ്ടോ, ഈ മീൻകറി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം എടുത്ത് വെച്ചു. ഇതിൻ്റെ നടുക്കോട്ട് ഇവിടുന്ന് കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുത്തു. അയല തേങ്ങ അരച്ച് മുളകിട്ട് വെച്ചതാണ് ഞാൻ. ഇതിൻ്റെ കൂടെ ഇന്ന് തയ്യാറാക്കിയതാണ് കുറച്ച് ഓലനുണ്ട്. ഒരു ശകല ഓലനും കൂടി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് കഴിക്കാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.